ഇന്നിപ്പോൾ ഈ ഒരുങ്ങുന്നത് പ്രത്യേകിച്ച് അങ്ങോട്ടും പോകാനൊന്നുമല്ല. അതുകൊണ്ട് കുറച്ചധികം സൺസ്ക്രീൻ മാത്രം മതി. ഇപ്പം എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞാൽ വീക്കിൽ 5 ദിവസം സ്കൂളിൽ പോവുക, ക്ലാസ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് വീക്കെൻഡ് ആയിരിക്കും അവധി കിട്ടുക. പക്ഷേ ഈ വീക്കെൻഡ് ചുമ്മാതിരിക്കാൻ പറ്റില്ല, പണിയുണ്ട്. ഇപ്പോൾ ജർമ്മനിയിൽ ഓട്ടം സീസണാണ്, അതായത് ശിശിരകാലം. കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് കുഴപ്പങ്ങൾ എന്നല്ലേ? ഈ മുറ്റമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് കുഴപ്പമെന്ന്. നല്ല ഭംഗിയായിട്ട് ചുമപ്പും മഞ്ഞ കളറിലും ഒക്കെ മരത്തിലെ ഇലകൾ പഴുത്ത് നിൽക്കും. ചെറിയ കാറ്റ് വീശുമ്പോഴേ അതെല്ലാം താഴെ വീഴുകയും ചെയ്യും. ഒരാഴ്ചയായിട്ട് അങ്ങനെ വീണ് കിടക്കുന്ന ഇലകളൊക്കെ വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ പണി. തുടക്കത്തിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു ഈ ഇലകളൊക്കെ ഇങ്ങനെ തൂത്തെടുക്കുമ്പോൾ. പയ്യെ ആ സാറ്റിസ്ഫാക്ഷനൊക്കെ പോകുന്നുണ്ടായിരുന്നു. കാരണം നല്ല പണിയാണ്. പുല്ലിൽ നിന്നൊക്കെ വിട്ടുവരാൻ നല്ല മടിയായിരുന്നു ഈ ഇലകൾക്ക്. അതുകൊണ്ട് തന്നെ നന്നേ കഷ്ടപ്പെടേണ്ടി വന്നു. അമ്മച്ചി ഇടയ്ക്ക് വന്ന് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും തണ്ടും തടിയൊക്കെ വെച്ചിട്ട് ആ പാവ അമ്മച്ചിയെ കൂടെ ഹെൽപ്പിനായിട്ട് വിളിക്കുക എന്ന് പറയുന്നത് മോശമല്ലേ? പിന്നെ കുഴപ്പമില്ല, എന്നും ഒന്നും അല്ലല്ലോ, ഇടയ്ക്കൊക്കെ ദേഹം ഒന്ന് അനങ്ങുന്നത് നല്ലതാണ്. ഇവിടെ എല്ലാ സ്ട്രീറ്റിലും ഇങ്ങനെ കരിയിലകൾ ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും. അങ്ങനെ ഒരു 1.5 മണിക്കൂറിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് എല്ലാം വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇതെല്ലാം വീണ്ടും പഴയ പോലെ ആവാൻ ചാൻസ് ഉണ്ട്. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം എന്നാണല്ലോ. അതുകൊണ്ട് എൻ്റെ പല്ല് മുറിക്കാനായിട്ട് അമ്മച്ചി കൊണ്ടുവച്ചതാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്,